ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ജഗദീപ് ധൻകർ തെരഞ്ഞെടുക്കപ്പെട്ടു. NDA സ്ഥാനാർത്ഥിക്ക് 528 വോട്ടുകൾ ലഭിച്ചു. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ മാർഗരറ്റ് ടാൽവയ്ക്ക് 182 വോട്ടുകൾ നേടാനേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. നമുക്ക് ആദ്യം ആ ഫലപ്രഖ്യാപന ദൃശ്യങ്ങളിലേക്ക് പോകാം. So, notice for the election for the office of Vice President was issued on 5th July 2022. In all, 50 nomination papers were received in the last date for submission of nomination papers. After scrutiny, nomination papers filed by Shri Jagdeep Dhankar and Srimati Margaret Alva were found valid. The polling for the 16th Vice Presidential Election 2022, which commenced at 10 a.m. today in the Parliament House, closed at 5 p.m. Out of 780 electors comprising of elected and nominated members of Rajya Sabha and elected members of Lok Sabha, 725 electors cast their votes. The total elector turnout was accordingly 92.94%. The ballot box was sealed immediately after the close of poll at 5 p.m. in the presence of authorized representatives of contesting candidates and election observers. The counting of votes commenced at 6 p.m. after the ballot box was opened in the presence of authorized representatives of the contesting candidates, election observers, and counting officers. 725 votes were polled, which was 92.94% of the total electorate. 710 votes were found valid and 15 votes were found to be invalid. Thus, the percentage of valid votes is 97.93%. The quota sufficient to get a candidate elected is determined by dividing the total number of first preference votes secured by both candidates by 2 and then adding 1 to the quotient. The quota necessary for being elected to the office of Vice President of India was determined to be 356 votes. On the basis of counting, Shri Jagdeep Dhankar secured 528 first preference votes and Srimati Margaret Alva 182 votes. Therefore, in pursuance of the provisions contained in Section 11 of the Presidential and Vice Presidential Elections Act 31 of 1952, read with Rule 35 of the Presidential and Vice Presidential Election Rules 1974, I, Utpal Kumar Singh, the returning officer for the Vice Presidential Election 2022, hereby declare that Shri Jagdeep Dhankar, Raj Bhavan, Ward 45, Hare Street, Kolkata 700001, has been duly elected to the office of Vice President of India. ജഗദീപ് ധൻകർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇപ്പോൾ മുഖ്യഭരണാധികാരി നടത്തിയത്. ആകെ പോൾ ചെയ്ത 725-ൽ 528 വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. 182 മാർഗരറ്റ് ആൽവ പ്രതിപക്ഷ നിരയിൽ ലഭിച്ചത്. ഒരുപക്ഷേ അതിൻ്റെ കൂടുതൽ വ്യക്തത രാഷ്ട്രീയമായി നടത്തിയ ഏതൊക്കെ നീക്കങ്ങൾ, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ക്രോസ് വോട്ടിങ്ങിൻ്റെ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജഗദീപ് ധൻകർ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയാകും. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് ഈ അണിയറയിൽ നടന്നത്? 528-ൽ എത്ര ക്രോസ് വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടുണ്ടാകാം, ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിൽ, അതായത്
ശിവസേന ഉദ്ധവ് പക്ഷത്തെ വോട്ടുകൾ ഉണ്ടാവാം, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ കണക്കുകൾ കൂടി ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ആ കണക്കുകൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ജഗ്ദീപ് ധൻകറിന് പ്രതീക്ഷിച്ചതിനേക്കാൾ, അല്ലെങ്കിൽ NDA-യുടെ ആകെ വോട്ടുകൾ, അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയെ പിന്തുണച്ച കക്ഷികളുടെ വോട്ടുകൾ, അതിനേക്കാൾ ഉയർന്ന വോട്ട് ജഗ്ദീപ് ധൻകറിന് ലഭിച്ചിരിക്കുന്നു എന്ന്, അതിനാൽ തന്നെ ക്രോസ് വോട്ടിംഗ് നടന്നു എന്നും ഉറപ്പായിട്ടുണ്ട്. 515 വോട്ടുകളാണ് ജഗ്ദീപ് ധൻകറിന് ഉറപ്പിച്ചിരുന്നത് NDA, എന്നാൽ അതിനേക്കാൾ കൂടുതലായി വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. 13 വോട്ടുകൾ കൂടുതലായി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 2 വോട്ടുകൾ അദ്ദേഹത്തിന് തന്നെ ചെയ്യപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം BJP-യുമായി വളരെ അടുപ്പമുള്ള 2 തൃണമൂൽ കോൺഗ്രസിന്റെ അംഗങ്ങൾ ആണെങ്കിൽ പോലും സുവേന്ദു അധികാരി, ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ പിതാവും സഹോദരനുമാണ് ഈ വിലക്ക് ലംഘിച്ച വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് BJP-ക്ക് അനുകൂലമായി തീരാൻ മാത്രമേ സാധ്യതയുള്ളൂ. സമാനമായി തന്നെ ശിവസേനയിലെ ഒരു വിഭാഗം MP-മാരും ഈ NDA സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ശിവസേനയിലെ 5 MP-മാർ, ഉദ്ധവ് താക്കറെക്ക് ഒപ്പം നിൽക്കുന്ന 5 പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. BJP-യുടെ 2 അംഗങ്ങൾക്ക് ഇന്ന് വോട്ട് ചെയ്യാനായിട്ടില്ല, ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ്. ജഗ്ദീപ് ധൻകർ 528 വോട്ടോടുകൂടി ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം പൂർത്തിയായിരിക്കുന്നു. അതേസമയം പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിക്ക് 182 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം എന്നുള്ളത് 15 വോട്ടുകൾ അസാധുവായിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഈ ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ വരും നിമിഷങ്ങളിൽ തന്നെ ലഭ്യമാകും. ജഗ്ദീപ് ധൻകർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്ന അക്ബർ റോഡിലെ 11-ാം നമ്പർ വസതി പാർലമെന്ററി കാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ വസതിയാണ്. ഇവിടെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മധുര വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ മുതൽ തന്നെ, വൈകിട്ട് മുതൽ തന്നെ രാജസ്ഥാനിൽ നിന്നുള്ള വാദ്യകലാകാരന്മാർ ഇവിടെ എത്തി വാദ്യഘോഷങ്ങൾ മുഴക്കൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഒട്ടേറെ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. നിരവധി പേർ, പ്രധാനമന്ത്രി അടക്കം അദ്ദേഹത്തെ ഈ വസതിയിൽ എത്തി സന്ദർശിച്ചേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ വസതിയിൽ. സമാനമായി തന്നെ അദ്ദേഹത്തിന്റെ ജന്മനാടായ രാജസ്ഥാനിലെ ജുൻജുനുവിലും വലിയ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ നേരിട്ട് അഭിനന്ദിക്കാനായി അവിടേക്ക് എത്തും. ഒരു ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി നിർദ്ദേശിക്കുകയും അദ്ദേഹത്തെ ജയിപ്പിക്കുകയും ചെയ്തത് വഴി BJP ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് നടത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും.